ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷനാണ് ഡീൽ-സാൾട്ടർ റിയാക്ഷൻ. ഡീൽ-സാൾട്ടർ റിയാക്ഷൻ. Diels-Alder reaction means it is the reaction of a conjugated diene and an alkene to form a cyclic adduct. Conjugated diene. എന്താണ് conjugated diene? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. This is a conjugated diene. Okay, conjugated diene. Conjugated diene means രണ്ട് ഡബിൾ ബോണ്ടുകൾ. അതുകൊണ്ടാണ് ഞാൻ ഡൈൻ എന്ന് വിളിക്കുന്നത്. Conjugated means രണ്ട് ഡബിൾ ബോണ്ടുകളും ഒരു സിംഗിൾ ബോണ്ട് വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ കോൺജുഗേറ്റഡ് ഡൈൻ. ഓക്കെ, ഇങ്ങനെയുള്ള കോൺജുഗേറ്റഡ് ഡൈനുകൾ ആൽക്കീനുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽക്കീൻ. ഓക്കെ, ഞാനൊരു ആൽക്കീനെ കൂടി വരയ്ക്കുകയാണ്. പ്ലസ് ആൽക്കീൻ, ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കീനുകൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇതൊരു കോൺജുഗേറ്റഡ് ഡൈനാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പേര് 1,3-butadiene എന്നാണ്. 1,3-butadiene. ഓക്കെ, ഈ ആൽക്കീൻ്റെ പേരെന്താണ്? രണ്ട് കാർബണാറ്റമുള്ള ആൽക്കീനാണ്. ഇതിൻ്റെ പേര് എത്തിലീൻ. എത്തിലീൻ എന്നാണ് അല്ലേ. അപ്പോൾ 1,3-butadiene എന്ന് പറയുന്ന കോൺജുഗേറ്റഡ് ഡൈനും എത്തിലീൻ എന്ന് പറയുന്ന ആൽക്കീനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തതിന് ശേഷം ഒരു സൈക്ലിക് അഡക്റ്റ് ഉണ്ടാകുന്നു. എങ്ങനെയാണ് സൈക്ലിക് അഡക്റ്റ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? സി, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. നമ്മൾ വളരെ കൃത്യമായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. വളരെ കുറേയും കൂടെ കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോ ലൈക്ക് സി, ഇങ്ങനെ വരച്ച് കാണിക്കാം. സി, ഈ ഡബിൾ ബോണ്ട് ഇവിടുന്ന് ഫോം ചെയ്യും. ഞാൻ തൽക്കാലത്തിന് ഈ പ്ലസ് സൈൻ ഒന്ന് മാറ്റി നിർത്തട്ടെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് ഉണ്ടാകുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണാറ്റത്തിലേക്കാണ് ഇലക്ട്രോൺ അറ്റാക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഈ കാർബണാറ്റും തമ്മിലുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ സംഭവിക്കുന്നത്. ആ സമയത്ത് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇത്രയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ് നമുക്കൊന്ന് വരച്ച് നോക്കാം. സി, ഇവിടെ ഉണ്ടായിരുന്ന സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടായിട്ട് മാറും അല്ലേ. ഇതൊരു സിംഗിൾ ബോണ്ടാകും, ഇതൊരു സിംഗിൾ ബോണ്ടാകും. പിന്നെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ടായിട്ട് മാറി. ആ സമയം തന്നെ ഈ കാർബണും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്തു. അതാണിത്. അതുപോലെ ഈ കാർബണും തമ്മിൽ മറ്റൊരു ബോണ്ട് ഫോം ചെയ്യുന്നു അല്ലേ. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടായത്. ഏത് പ്രൊഡക്റ്റാണിത്? അതൊരു സൈക്ലിക് പ്രൊഡക്റ്റാണ്. ഒരു ഡബിൾ ബോണ്ടുള്ള സൈക്ലിക് പ്രൊഡക്റ്റാണ്. 6 കാർബണാറ്റമുണ്ട്. അതുകൊണ്ട് വി ക്യാൻ കോൾ ദിസ് ആ സൈക്ലോഹെക്സീൻ. സൈക്ലോഹെക്സീൻ. അപ്പോൾ 1,3-butadieneും എത്തിലീനും തമ്മിൽ റിയാക്ട് ചെയ്ത് സൈക്ലോഹെക്സീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് ഡീൽ-സാൾട്ടർ റിയാക്ഷനുള്ള ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഈ ആൽക്കീനുകൾ നമുക്ക് ഇവിടെയുള്ള ആൽക്കീൻ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എത്തിലീൻ. എത്തിലീൻ ഈസ് ദ ആൽക്കീൻ റിയാക്ടിങ് ഹിയർ. ഓക്കെ, ഈ ആൽക്കീൻ്റെ പ്രത്യേകത എന്താ? ദേ ലവ് ടു റിയാക്ട് വിത്ത് എ ഡൈൻ ഓർ ദ ആൽക്കിൻ ലവ്സ് എ ഡൈൻ. അതുകൊണ്ട് ഡൈനുകളെ ലവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൽക്കീനുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനോഫൈൽ എന്ന് വിളിക്കാം അല്ലേ. ആൽക്കീൻ ഈസ് ഓൾസോ കോൾഡ് ഡൈനോഫൈൽ. ഡൈനോഫൈൽ. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഫിലിക് എന്ന് പറയുക. എന്തിനെ ഇഷ്ടപ്പെടുന്നു? ഡൈനിനെ ഇഷ്ടപ്പെടുന്നു. Therefore we can call dienophile. So the alkene is called a dienophile because it loves diene. ഇനി ഈ ഡീൽ-സാൾട്ടർ റിയാക്ഷന് പർട്ടിക്കുലറായിട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സി, നിങ്ങൾ ഈ ഡീൽ-സാൾട്ടർ റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീൽ-സാൾട്ടർ റിയാക്ഷനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു പുതിയൊരു ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെയും ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ രണ്ട് കാർബൺ ബോണ്ടുകളാണ് ഈ ഒരു റിയാക്ഷനകത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ദാറ്റ്? 2 new CC bonds are formed. 2 new CC bonds are formed. This is why ഡീൽ-സാൾട്ടർ റിയാക്ഷൻ ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ഇനി ഡീൽ-സാൾട്ടർ റിയാക്ഷൻ്റെ
മറ്റ് ചില പ്രത്യേകതകൾ നോക്കാം. ഡീൽസാൾട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു 1,4 അഡിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, 1,4 അഡിഷൻ റിയാക്ഷൻ. അതുകൊണ്ടാണ് ഡീൽസാൾട്ട് റിയാക്ഷൻ ഞാൻ ഒന്നുകൂടെ ഇവിടെ ഒന്ന് എഴുതി കാണിച്ചേക്കാം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, റെഫർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഡൈൻ പ്ലസ് ആൽക്കീൻ, ഓക്കെ, then it gives this cyclic adduct. ഓക്കെ, അപ്പോൾ നോക്കുക, ഇങ്ങനെയാണ് റിയാക്ഷൻ സംഭവിച്ചത്. ഇങ്ങനെയാണ് റിയാക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എയറിലോട്ടല്ല ഇത് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇനി വരെയുണ്ട്, ഞാൻ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ കോമ്പൗണ്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 1,4 അഡിഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. 1,4 അഡിഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? The dienophile is added to the first carbon atom and fourth carbon atom of the conjugated diene. Okay, ഈ conjugated diene first and fourth. For example, we can call this as 1, this as 2, this as 3, and this carbon atom as 4. അപ്പോൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്? ഇവിടുത്തെ ഡൈൻ ആഡ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ഡൈൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക്, പിന്നെ ഡൈൻ്റെ ഈ കാർബൺ ആറ്റം വന്നിരിക്കുന്നത് ഫോർത്ത് കാർബൺ ആറ്റത്തിലേക്ക്, അല്ലേ? So the diene is added to the dienophile, അതായത് ആൽക്കീൻ dienophile is added to the first and fourth carbon atom of the conjugated diene. The dienophile is added to the first and fourth carbon atom of the conjugated diene. That is why it is called 1,4 addition reaction. 1,4 addition reaction. And it is also called pericyclic reaction. Why it is called a pericyclic reaction? It is because the reaction happens in a single step by a cyclic shift of the electrons. Single step. The reaction happens in a single step by a cyclic shift of the electrons. അല്ലേ? അതുകൊണ്ട് നമുക്കിതിനെ ഒരു പെരിസൈക്ലിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇതിനെ 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ എന്നും വിളിക്കാറുണ്ട്. 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ. ഈ 4+2 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് 4+2 എന്ന് എഴുതിയിരിക്കുന്നത്, അല്ലേ? 4+2 = 6, അല്ലേ? എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമാണ് 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ മീൻസ് ഇവിടെ രണ്ട് റിയാക്റ്റൻറ്റുകൾ റിയാക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ഒരു സൈക്ലിക് പ്രോഡക്റ്റ് കിട്ടാൻ. ഒരു സൈക്ലോ അഡിഷനാണ്. സൈക്ലോ അഡിഷൻ മീൻസ് 2 റിയാക്റ്റൻസ് ആഡ് ടുഗദർ ടു ഫോം എ സൈക്ലിക് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സൈക്ലോ അഡിഷൻ. എങ്ങനെയുള്ള സൈക്ലോ അഡിഷനാണ്? 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷനാണ്. കാരണം അങ്ങനെ കിട്ടുന്ന സൈക്ലിക് പ്രോഡക്റ്റ്, ആ സൈക്ലിക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഈ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 6 ഇലക്ട്രോണുകളാണ്. 4+2 ഇലക്ട്രോണുകളാണ്. എന്താണ് 4+2 എന്ന ഇലക്ട്രോൺ പറയാൻ കാരണം? അതിൽ 4 ഇലക്ട്രോണുകൾ വരുന്നത് ഡയീനിൽ നിന്നും. ഇവിടെ 2 പൈ ഇലക്ട്രോൺസ്, ഇവിടെ 2 പൈ ഇലക്ട്രോൺ. ഡയീനിൽ നിന്നാണ് 4 ഇലക്ട്രോണുകൾ വരുന്നത്. 2 ഇലക്ട്രോണുകൾ വരുന്നത് രണ്ടാമത്തെ റിയാക്റ്റൻ്റായ ഡയീനോഫൈലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആൽക്കീനിൽ നിന്നാണ്, അല്ലേ? ഡയീനോഫൈലിൽ നിന്നാണ്. അപ്പോൾ 4 ഇലക്ട്രോണുകൾ ഡയീനിൽ നിന്നും 2 ഇലക്ട്രോണുകൾ ഡയീനോഫൈലിൽ നിന്നും പങ്കെടുക്കുന്ന ഒരു 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ കൂടിയാണ്. The 2 reactants add together to form a cyclic product which involves the shift of 6 pi electrons, അല്ലേ? 2, 4, 6 ഇത് ഇങ്ങോട്ടും കൂടെ മൂവ് ചെയ്യുന്നുണ്ടേ. 2, 4, 6 പൈ ഇലക്ട്രോണുകളുടെ ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. Out of that 4 pi electrons are from the diene and 2 pi electrons are from the dienophile. So it is also called 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പം ഈ ടെർമിനോളജീസൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അഡീഷണലായിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഡീൽസാൾട്ട് റിയാക്ഷൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് വൺ ഓഫ് ദ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസ് ഓഫ് ദ ഡയീനോഫൈൽ. അങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനൊരു ഡയീനോഫൈൽ അല്ലെങ്കിൽ ആൽക്കീൻ പരിഗണിക്കുകയാണേ. ഇവിടുത്തെ ആൽക്കീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH. ഓക്കെ, അവിടെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് C ഡബിൾ ബോണ്ട് O CH3. C ഡബിൾ ബോണ്ട് O CH3. ഇവിടെ നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, C ഡബിൾ ബോണ്ട് O CH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ഏതാണ് ഇവിടുത്തെ ഗ്രൂപ്പ്? C ഡബിൾ ബോണ്ട് O CH3, അല്ലേ?
ഈ സി ഡബിൾ ബോണ്ടോ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ആൽക്കീനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക്, ആൽക്കീനിലെ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. കാരണം ഈ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുന്നത് മൂലം അതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. എങ്ങനെയാണ് അത് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്ന പൈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ പൈ ഇലക്ട്രോൺസ്, ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ദാണ്ട ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ സമയത്ത് ഇവിടുത്തെ പൈ ഇലക്ട്രോൺ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ഓക്സിജൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. സോ ഇവിടെ ഇരിക്കുന്ന ഓക്സിജൻ സത്യത്തിൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ഇലക്ട്രോണിക് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും അടുത്ത അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും, ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ കിട്ടും. ആ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൽ എന്തായിരിക്കും ഉള്ളത്? എങ്ങനെയായിരിക്കും കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ഇരിക്കുന്നത്? CH2 സിംഗിൾ ബോണ്ട് CH പോരാ, ഇവിടെ CH2ന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഇവിടുത്തെ പൈ ഇലക്ട്രോൺ ബ്രേക്ക് ചെയ്ത് 2 ഇലക്ട്രോണുകൾ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഈ കാർബൺ ഒരു പോസിറ്റീവ് കാർബണായിട്ട് മാറും. ഇതൊരു ഡബിൾ ബോണ്ടായിട്ട് മാറും. ഇവിടെ കാർബണുണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജനും, ഓക്സിജനിൽ ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. പിന്നെ ഇവിടെ ഒരു CH3യും ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ 2 കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൻ്റെയും ഒരു ഹൈബ്രിഡ് ആയിരിക്കും ഇവിടുത്തെ റിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ സ്ട്രക്ചറിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം. എങ്ങനെയായിരിക്കും? CH2 and it is the bond is somewhere in between the single bond and double bond, so I can write it like ഒരു ബോണ്ട് ലൈക്ക് ഇങ്ങനെയും രണ്ടാമത്തെ ബോണ്ട് ഒരു ഡാഷ്ഡ് ബോണ്ടുമാണ്. ഓക്കെ, ദെൻ CH again സിംഗിൾ ബോണ്ട്, ദെൻ ഡാഷ്ഡ് ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 1.5 ബോണ്ട് പോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദെൻ CO അല്ലേ, ദെൻ CH3 അല്ലേ. ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജുമുണ്ട്. അപ്പം ഇതിൻ്റെ ഹൈബ്രിഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഹൈബ്രിഡ് സ്ട്രക്ചറിൽ നമുക്ക് ഇവിടുത്തെ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റത്തിലെ ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് പാർഷ്യൽ പോസിറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ലോക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാർബൺ ആറ്റമാണ് അല്ലേ. ഒരല്പം പോസിറ്റീവ് ചാർജ് അവിടെ ലോക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റത്തിലെ ഒരു കാർബൺ ആറ്റം പോസിറ്റീവ് ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് പാർഷ്യലി പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം ഓഫ് ദ ഡൈനോഫൈൽ, ദിസ് ആക്ട് ആസ് ആൻ ഇലക്ട്രോഫൈൽ. അപ്പം ഈ ഒരു ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇലക്ട്രോഫൈലിക് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോഫൈൽ അല്ലേ, ഒരു ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഒരു ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഇത് ആക്ട് ആസ് ആൻ ഇലക്ട്രോഫൈൽ, ഒരു ഇലക്ട്രോഫിലിക് സെൻറ്ററായിട്ട് ഇത് ആക്ട് ചെയ്യും, ഇലക്ട്രോഫൈലായിട്ട്. കാരണം അതിനൊരു പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് അത് എപ്പോഴും നെഗറ്റീവ് ചാർജുള്ള സെൻറ്ററുകളെ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള റീജിയൻസിനെ ആയിരിക്കും അത് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അതാണ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒരു ഡബ്ലി ബോണ്ടഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടാൽ നടക്കുന്നത് ഈ ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു കാർബൺ, ഡബ്ലി ബോണ്ടഡ് കാർബണിലെ ഒരു കാർബൺ ഇലക്ട്രോഫൈലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് നമ്മളുടെ ഡൈനോഫൈലുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ, അവർ ഡൈനോഫൈൽ ഈസ് കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, ഡബിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ട് CH2. In these 2 carbons we have 1 hydrogen atoms അല്ലേ. ഇതാണ് നമ്മളുടെ ഡൈൻ. ഈ ഡൈനുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ആൽക്കീൻ അല്ലേ, അതായത് ആൽക്കിൻ്റെ പ്രത്യേകത ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുള്ള ആൽക്കീനാണ്, അത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ? CH ഡബിൾ ബോണ്ട് CH2. ഇനി ഇതിനകത്ത് എന്തിരിപ്പുണ്ട്? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇരിപ്പുണ്ട് അല്ലേ, C ഡബിൾ ബോണ്ട് O CH3 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇരിക്കുന്നത് കൊണ്ട് ഈ എൻഡ് കാർബൺ, ഇവിടുത്തെ എൻഡ് കാർബൺ, ഈ കാർബൺ എന്തായിരിക്കും? പാർഷ്യലി പോസിറ്റീവ് ആയിരിക്കും. അത് പാർഷ്യലി പോസിറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടുന്ന് ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ മൂവ്മെൻ്റ് ഉണ്ടല്ലോ,
ഇവിടുത്തെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യണം, ഈ കാർബണിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഈ കാർബണിൻ്റെയും നടുക്കിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വരാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇതിന് ഓൾറെഡി ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ദെയർഫോർ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദിസ് ഇലക്ട്രോൺ ടു അറ്റാക്ക് ദിസ് സെൻറ്റർ അല്ലേ. ഈ സെൻറ്ററിൽ അറ്റാക്ക് ചെയ്യാൻ ഈ ഇലക്ട്രോൺ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി തീർച്ചയായിട്ടും കൂടും. അപ്പോൾ ഈ അറ്റാക്ക് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ആണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിക്കും. ആ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിക്കും അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത് വളരെ വേഗതയിലായിരിക്കും. കാരണം ദിസ് ഇലക്ട്രോൺ അറ്റാക്ക് ഓഫ് ദിസ് ഇലക്ട്രോഫിലിക് സെൻറ്റർ, ഓക്കെ, ഇലക്ട്രോഫിലിക് സെൻറ്റർ, ഈ ഇലക്ട്രോഫിലിക് സെൻറ്ററിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ ഈ അറ്റാക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും പറയാം, ഈ ഇലക്ട്രോഫിൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഈ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് വളരെ വേഗതയിൽ നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ദ പ്രൊഡക്റ്റ് വിൽ ബി സി ഡബിൾ ബോണ്ട് സി, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഓക്കെ, ഹൈഡ്രജൻസ്. ദെൻ വി ഹാവ് single bond CH2, single bond CH2, then we have single bond CH2, single bond CH, then a new bond is formed here, then we have C double bond O CH3 അല്ലേ. ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണെന്നുള്ളതിൻ്റെ കാരണം ഇവിടുത്തെ പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ്. അതിൻ്റെ കാരണം ഇവിടുത്തെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് വൺ ഓഫ് ദ ഡബ്ലി ബോണ്ടഡ് കാർബൺ ഓഫ് ദ ഡൈനോഫൈൽ ഇൻക്രീസസ് ദ റിയാക്ടിവിറ്റി ഓഫ് ദ ഡിൽസാൾഡർ റിയാക്ഷൻ. ഒന്നുകൂടി ഞാൻ പറയാം. ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ലൈക്ക് ദിസ് അറ്റ് വൺ ഓഫ് ദ ഡബ്ലി ബോണ്ടഡ് കാർബൺ of the dienophile increases the reactivity of the Diels-Alder reaction. ഓക്കെ, അതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീൽസാൾഡർ റിയാക്ഷനകത്ത് നിന്ന് പ്രാഥമികമായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ, ഡീൽസാൾഡർ റിയാക്ഷൻ ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദ കോൺജുഗേറ്റഡ് ഡൈൻ ആൻഡ് ആൽക്കീൻ ടു ഫോം എ സൈക്ലിക് അഡക്റ്റ്. എ വെൽ നോൺ എക്സാമ്പിൾ ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ 1,3-butadiene ആൻഡ് എഥിലീൻ ടു ഫോം സൈക്ലോഹെക്സീൻ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത 2 പുതിയ കാർബൺ ഡബിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ആൽക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനോഫൈൽ എന്ന് വിളിക്കാം. കാരണം അത് ഡൈനെ ഇഷ്ടപ്പെടുന്ന സ്പീഷീസുകളാണ്. അതുകൊണ്ട് ദിസ് ഈസ് എ ഡൈനോഫൈൽ. ഓക്കെ, നെക്സ്റ്റ് we can consider this as a 1,4 addition reaction, and at the same time we can consider this as a pericyclic reaction, and then we can consider this as a 4+2 cyclo addition reaction. And next we can see that the reactivity of the Diels-Alder reaction increases if there is an electron withdrawing group at one of the carbon atom of the doubly bonded carbons, one of the doubly bonded carbon in the alkene അല്ലേ. അപ്പോൾ അത് Diels-Alder റിയാക്ഷൻ്റെ വേഗതയെ അല്ലെങ്കിൽ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, റിയാക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ Diels-Alder റിയാക്ഷന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി റെഫർ ചെയ്യാം. എൻ്റെ നോട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് റിയാക്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.